ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് കുറുക്ക് കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുണ്ടാക്കുന്ന ഈ കുറുക്ക് കാളൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ നമുക്ക് കുറുക്ക് കാളന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/4 ഭാഗത്തോളം ചേന ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ പച്ചക്കായ വലുതായോണ്ട് ഞാൻ ഒന്നെടുത്തത് കേട്ടോ. അതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയാണ് കാളന് പച്ചക്കായ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി അതും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 3-4 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 വേണ്ടു കേട്ടോ. ഇതിനും എരിവില്ലാത്തതുകൊണ്ട് ഞാൻ 3-4 ഇട്ട് കൊടുത്തതാണ്. കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലോട്ടൊന്ന് കിടന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഇത് 1/2 കപ്പിന് തേങ്ങ ചിരകിയതെടുത്തത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ പൊടികളൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി കൂടെ 1/4 ടീസ്പൂൺ ജീരകം ഇത് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പച്ചമുളക് ചിലർ ഇതിൽ ചേർത്ത് കൊടുക്കും കേട്ടോ അരക്കുമ്പോൾ. ഞാൻ പക്ഷേങ്കിൽ ഇങ്ങനെ ചേർക്കുന്നില്ല, ഡയറക്റ്റ് വെജിറ്റബിൾസിൻ്റെ കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ചേർക്കാതിരുന്നത്, അതിലിട്ട് കൊടുത്തതുകൊണ്ട് സോറി. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തത്. കാരണം ഞാൻ ഉണ്ടാക്കുന്നത് ഒഴിച്ച് കറിയായിട്ടാണ്. ഈ കാളൻ തന്നെ 2 തരത്തിൽ ചെയ്യാം കേട്ടോ. ഒന്ന് കുറുക്ക് കാളനായിട്ടും ചെയ്യാം, ഒന്ന് ഒഴിച്ച് കറിയായിട്ടും ചെയ്യാം. അപ്പോൾ കുറുക്ക് കാളനാണെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് കുറുക്കി എടുക്കണമെന്നേ ഉള്ളൂ. വെള്ളവും കുറച്ച് കൊടുത്താൽ മതി അരപ്പിൽ. ഇനി അതും അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു 1/2 കപ്പോളം തൈര്, നല്ല പുളിപ്പുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കാം. ഇവിടുത്തെ തൈരിന് പുളിപ്പ് കുറവാണ്, എങ്കിലും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് ഏറ്റവും നല്ലത് കുറുക്ക് കാളന് നല്ല പുളിപ്പുള്ള തൈര് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് എടുക്കുന്നുണ്ട്, ഞാൻ 1 കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 കപ്പോളം എടുത്താൽ നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ കേട്ടോ. ഇതിപ്പം അധികം തൈര് പുളിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഏകദേശം 3/4 കപ്പോളം എടുക്കുന്നുണ്ട് കേട്ടോ തൈര്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കുക. നാട്ടിലൊക്കെ തൈരാകുമ്പോൾ നല്ല കട്ടയുള്ളതെല്ലാം ഉണ്ടാകാൻ, അപ്പോൾ നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുക്കുക. ഇവിടുത്തെ പിന്നെ ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്ക് വെന്ത് വന്നിട്ടുണ്ട്. കായയും ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കണ്ടോ മഞ്ഞൾപ്പൊടി കൂടുതൽ ഇട്ടുകൊണ്ടാണ് നല്ല മഞ്ഞ കളറിലാണ് ഈ കാളൻ ഇരിക്കേണ്ടത് കേട്ടോ കളറ്. ഇനി ഇതിൽ നമ്മൾ മാറ്റി വെച്ച തൈരില്ലേ, മിക്സ് ചെയ്ത് മാറ്റി വെച്ചത്, അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ കണ്ടോ നല്ലൊരു കളർ വന്നില്ലേ. ഇനി അരപ്പും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല കളറായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം, ഒന്ന് ചൂടായതിന് ശേഷം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. കാളനധികവും തേങ്ങ ചിരകിയതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കില്ല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കാരണം നമ്മൾ വെജിറ്റബിൾ വേവിക്കുമ്പോഴും ഉപ്പിട്ട് കൊടുത്തതെന്ന്. അപ്പോൾ അരപ്പിൽ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ അവിടെ ഇവിടെയായിട്ട് തിള വരുന്നുണ്ടല്ലോ. ഈ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ നിറയെ ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉലുവ പൊടിച്ചതില്ലെങ്കിൽ കടുക് താളിക്കുന്ന സമയത്ത് കടുക് താളിക്കുമ്പോൾ ഉലുവ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് താളിച്ചെടുത്താലും മതി. പക്ഷേങ്കിൽ പൊടി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ കണ്ടോ ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ ഒഴിച്ച് കറിയുടെ ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറുക്ക് കാളനായിട്ടാണ് വേണമെന്നുള്ളതെങ്കിൽ ഒന്നുകൂടെ ഒന്നിങ്ങനെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒഴിച്ച് കറിയായിട്ടാണ് ഇതിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ട കുറുകിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി താളിപ്പ് തയ്യാറാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ഈ സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, പൊടി ഇട്ടിട്ടില്ലെങ്കിൽ. ഞാനിപ്പോൾ പൊടി ചേർത്തുകൊണ്ട് അത് ചെയ്യുന്നില്ല. അതുപോലെ ഒരു 8-10 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ സാധാരണ താളിപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഈ കുറുക്ക് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മുടെ കുറുക്കുകളൻ ഈസി അല്ലേ ചെയ്തെടുക്കാൻ, വളരെ എളുപ്പമെന്ന് നല്ലൊരു ടേസ്റ്റ് വന്നു കേട്ടോ. കുറുക്കുകളൻ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറുകിയ ടൈപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചതിന് ശേഷം താളിപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ ഇപ്പോൾ ഒഴിച്ച് കറിയുടെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഓരോ കൺസിസ്റ്റൻസി ഓരോരുത്തർ നോക്കിയിട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ താളിപ്പൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ കുറച്ച് സമയം. അതിനുശേഷം ഇനി നമുക്ക് സർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പം എന്നോട് റിക്വസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറക്കായിട്ട് ഓണായത് കാരണവും ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് തരണേ. ഇതിനു മുൻപ് ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്നാക്സ് റെസിപ്പീസായിട്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസായിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ കണ്ട് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.